ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ദൈനംദിന അപ്പം എന്ന അനുദിന വചനചിന്തയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ദൃഢനിശ്ചയം എന്ന വിഷയത്തെ ആസ്പദമാക്കി ചില കാര്യങ്ങളെ നമുക്ക് ചിന്തിക്കാം. അതിനാധാരമായ ഒരു വാക്യം വായിക്കാം. മർക്കോസ് 10:48 മിണ്ടാതിരിപ്പാൻ പലരും അവനെ ശാസിച്ചിട്ടും, ദാവീദ് പുത്ര, എന്നോട് കരുണ തോന്നണമേ എന്ന് അവൻ ഏറ്റവും അധികം നിലവിളിച്ചു പറഞ്ഞു. അന്ധനായ ബർത്തിമോയുടെ നിശ്ചയദാർഢ്യമാണ് ഇവിടെ കാണുന്നത്. കർത്താവിനോട് നിരന്തരം ചോദിക്കുന്നതിന്റെ സത്യം അവൻ അറിയിക്കുന്നു. അതിനാൽ പ്രാർത്ഥനയിൽ ആരും ദുർബലരാകുകയോ ക്ഷീണിക്കുകയോ ചെയ്യരുത്. കർത്താവായ യേശു പറഞ്ഞു, യാചിപ്പീൻ എന്നാൽ നിങ്ങൾക്ക് ലഭിക്കും, അന്വേഷിപ്പീൻ കണ്ടെത്തും, മുട്ടുവീൻ തുറക്കപ്പെടും എന്ന്. ഇത് മത്തായി 7:7 കാണാം. അതിനാൽ കർത്താവ് നിങ്ങൾക്ക് തരുന്നതുവരെ ചോദിക്കുക, നിങ്ങൾ കണ്ടെത്തുന്നതുവരെ അന്വേഷിക്കുന്നത് തുടരുക. കർത്താവ് നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുന്നതുവരെ മുട്ടിക്കൊണ്ടേയിരിക്കുക. ഷീമോൻ പത്രോസ് രാത്രി മുഴുവൻ കടലിൽ മീൻ പിടിക്കാൻ അധ്വാനിച്ചിട്ടും ഒന്നും കിട്ടിയില്ല. കരയിലേക്ക് മടങ്ങി. എന്നിട്ടും ദൈവവചനപ്രകാരം അവൻ വീണ്ടും ആഴത്തിൽ വല വീശുകയും ധാരാളം മത്സ്യങ്ങളെയും പിടിക്കുകയും ചെയ്തു. ഇത് ലൂക്കോസ് 5:5 കാണാൻ സാധിക്കും. ഇസഹാക്ക് കിണർ കുഴിച്ചപ്പോൾ ഗോരാരിലെ ഇടയന്മാർ ഇസഹാക്കിന്റെ ഇടയന്മാരുമായി 2 തവണ വഴക്കുണ്ടാക്കുകയും കിണർ ഉപയോഗിക്കുന്നതിൽ നിന്ന് അവരെ തടയുകയും ചെയ്തു. എന്നാൽ ഇസഹാക്ക് തളർന്നില്ല. മറ്റൊരു കിണർ കുഴിച്ച് വെള്ളം കണ്ടെത്തി. ഇത് ഉൽപ്പത്തി പുസ്തകം 26:19-22 വരെയുള്ള വാക്യങ്ങളിൽ കാണാൻ സാധിക്കും. അതിനാൽ പരിശുദ്ധാത്മാവിന്റെ ഉറവ കണ്ടെത്തുന്നത് വരെ നിങ്ങളുടെ ഹൃദയത്തിൽ ക്ഷീണിക്കരുത്. ഗലാത്യർ ആത്മാവിൽ ആരംഭിച്ച് ജഡത്തിൽ അവസാനിച്ചതായി അപ്പോസ്തലനായ പൗലോസ് നിരീക്ഷിച്ചു. എന്നിരുന്നാലും അവൻ ക്ഷീണിച്ചില്ല, മറിച്ച് പ്രാർത്ഥനയിൽ അധ്വാനിച്ചു. അങ്ങനെ ക്രിസ്തു വീണ്ടും അവരിൽ രൂപപ്പെടും. ഇത് ഗലാത്യർ 4:19 കാണാൻ സാധിക്കുന്നു. പൗലോസിന്റെ പ്രാർത്ഥന നിമിത്തം കൃപയിൽ നിന്ന് പിന്മാറിയ ഗലാത്യർക്ക് കാൽവറി സ്നേഹത്തിലേക്ക് തിരികെ വരാൻ സാധിച്ചു. നിങ്ങളുടെ മക്കൾ കർത്താവിൽ വന്നിട്ടില്ലെന്നും രക്ഷയുടെ സന്തോഷം ലഭിച്ചിട്ടില്ലെന്നും കരുതി നിരാശപ്പെടരുത്. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിൽ തുടരുക. കർത്താവ് തന്നെ അരുളി ചെയ്തിരിക്കുന്നു, കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുക, എന്നാൽ നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കുമെന്ന്. ഇത് അപ്പോസ്തല പ്രവൃത്തി 16:31 പറയപ്പെടുന്നു. ഹായി പട്ടണത്തിൽ നടന്ന യുദ്ധത്തിൽ യോശുവയും അവന്റെ പടയാളികളും പരാജയപ്പെട്ടു. അവർക്ക് ആയിരക്കണക്കിന് സൈനികരെ നഷ്ടപ്പെട്ടു. എന്നാൽ യോശുവ തളർന്നില്ല. അവൻ ദൈവത്തിന്റെ സന്നിധിയിൽ വീണു, തോൽവിയുടെ കാരണം കണ്ടെത്തി. അവൻ പ്രശ്നം പരിഹരിച്ചു, വീണ്ടും പോരാടി, വിജയത്തിന് ശേഷം വിജയം നേടുകയും ചെയ്തു. ക്രിസ്തീയ ആത്മീയ ജീവിതവും ഒരു യുദ്ധക്കളം പോലെയാണ്. ലോകത്തോടും ജഡത്തോടും പിശാചിനോടും തളരാതെ ധൈര്യത്തോടെ പോരാടുക. നിങ്ങളുടെ യുദ്ധങ്ങൾ ചെയ്യുന്നവൻ സൈന്യങ്ങളുടെ കർത്താവാണ്. നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് പാപം നീക്കം ചെയ്യുമ്പോൾ അവൻ തീർച്ചയായും നിങ്ങൾക്ക് വിജയം നൽകും. ദൈവമക്കളെ, എല്ലായിടത്തും ക്രിസ്തുവിൽ നിങ്ങളെ തന്നെ എപ്പോഴും വിജയത്തിലേക്ക് നടത്തുന്ന ദൈവത്തിന് നന്ദി പറയുക. നമുക്ക് വിജയം നൽകുന്ന ദൈവത്തെ സ്തുതിക്കുകയും ആരാധിക്കുകയും ചെയ്യുക. അതിനായി ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കുമാറാകട്ടെ. കൂടുതൽ ധ്യാനത്തിനുള്ള വാക്യം എബ്രായർ 10:35. അതുകൊണ്ട് മഹാപ്രതിഫലമുള്ള നിങ്ങളുടെ ധൈര്യം തള്ളിക്കളയരുത്. ഇന്നത്തെ ബൈബിൾ വായന രാവിലെ സങ്കീർത്തനങ്ങൾ 77-78 അധ്യായങ്ങൾ, വൈകുന്നേരം റോമർ 10 അധ്യായം. ആമേൻ.